ബാലഗോപാലിന്റെ പെട്ടിയിൽ എന്തൊക്കെ? രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് പ്രഖ്യാപനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മൾ. വരിഞ്ഞു മുറുക്കുന്ന ധനപ്രതിസന്ധിക്കിടയിൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങളും വികസന പദ്ധതികളും ഉൾക്കൊള്ളുന്നതാകും ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് എന്നാണ് വിവരം. യൂസർ ഫീ ഈടാക്കിക്കൊണ്ടുള്ള കിഫ്ബി പദ്ധതികളുടെ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബജറ്റ് അവതരണത്തിന് മുൻപ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് സഭയിൽ വെക്കും. വി അരുണും ഒപ്പം ഡാൻ കുര്യനും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഒന്ന്, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ്. ഈ വർഷം അവസാനത്തോടെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതായത് ഏറ്റവും സാധാരണക്കാരെ സ്വാധീനിക്കാൻ ഏറ്റവും അധികം കഴിയുന്ന ഒരു അവസരം. അതിനടുത്ത വർഷം വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആ തരത്തിൽ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടൊരു ബജറ്റ് എന്നാണ്. പക്ഷേ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ അതിന് അത്ര അനുകൂലവുമല്ല. അപ്പോ ഒരു മാജിക് വേണം. അത് എന്ത് മാജിക് ആയിരിക്കും? തീർച്ചയായിട്ടും അത് തന്നെയാണ് കേരളം ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. എന്തു മാജിക്കാണ് കെ.എൻ. ബാലഗോപാൽ എന്ന ധനമന്ത്രിക്ക് കേരളത്തിന്റെ നിയമസഭയിൽ ഇന്ന് അവതരിപ്പിക്കാനുള്ളത്? കാരണം പിണറായി സർക്കാർ സമ്പൂർണ്ണ ബജറ്റ് എന്ന് പറയുമ്പോൾ ഒരു തവണ കൂടി ബജറ്റ് അവതരിപ്പിക്കാൻ കെ.എൻ. ബാലഗോപാലിന് ഈ സർക്കാരിന്റെ കാലത്ത് അവസരമുണ്ടാകും. അത് അടുത്ത മാർച്ചിലാണ്. പക്ഷേ അപ്പോഴേക്കും കേരളം ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാകും. മാത്രമല്ല അടുത്ത സർക്കാരാണ് ഇതിന്റെ പല നിർദ്ദേശം നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കൽ ഉണ്ടാകില്ല. പകരം ഓട്ടോ അക്കൗണ്ട് പാസാക്കി സഭ പിരിയുകയാകും അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഇടതുമുന്നണിക്ക് ഏത് പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വലിയ അനുകൂലമായ ഒരു അന്തരീക്ഷം അവർ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അത് ഇത്തവണ അവർ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ സെമി ഫൈനലെന്ന് വിശേഷിപ്പിക്കാവുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരമാവധി ജനങ്ങളെ ഒപ്പം നിർത്തണം. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അമ്പയെ പരാജയപ്പെട്ടതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് പാവപ്പെട്ട ജനങ്ങളെ എക്കാലവും ഇടതുമുന്നണി ചേർത്ത് പിടിക്കുന്ന സാധാരണക്കാരെ മുന്നണിയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് അകറ്റിയത് ക്ഷേമ പെൻഷൻ വിതരണത്തിലുണ്ടായ വലിയ പിശകുകളാണ്, വലിയ പ്രതിസന്ധികളാണ്. അത് CPM അന്ന് തിരിച്ചറിഞ്ഞതാണ്. പെൻഷൻ കൊടുക്കാതെ ജനങ്ങളെ ചേർത്ത് നിർത്തി ക്ഷേമ പെൻഷനിലൂടെ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ അധികാരത്തിലെത്തിയ ഒരു സർക്കാരിന് അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ ജനം വലിയ തിരിച്ചടിയാണ്, മുഖത്തടിയാണെന്ന് CPM-നും ഇടതുമുന്നണിക്കും കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസാമാസം നൽകുന്നുണ്ട്. അപ്പോഴും അത് പെൻഡിംഗ് ഉണ്ട്. 2-3 മാസത്തെ പെൻഡിംഗ് ഇപ്പോഴുമുണ്ട്. അത് കൃത്യതയിൽ എത്തിക്കണം. അതിനും അപ്പുറത്തേക്ക് ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കണം, അത് വർദ്ധിപ്പിക്കണം. അതില്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല. 100 മുതൽ 180 രൂപ വരെയെങ്കിലും ഈ ബജറ്റിൽ ഇന്നത്തെ കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു വിഭാഗം ജനങ്ങൾ അത് കാത്തിരിക്കുന്നു. മാത്രമല്ല കൃത്യമായി ആ പെൻഷൻ നൽകാനുള്ള പണവും ബാലഗോപാൽ ധനവകുപ്പ് കണ്ടെത്തേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്, അവസരമാണ് ഇടതുമുന്നണിക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. മറ്റൊന്ന്, ഇടതുമുന്നണി എക്കാലവും അവർക്ക് ശക്തി നൽകുന്ന ഒരു ജനവിഭാഗമാണ് സർക്കാർ ജീവനക്കാർ. ലക്ഷങ്ങൾ വരുന്ന ജീവനക്കാരും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ ജീവനക്കാർ സർക്കാരിനോട് പഴയതുപോലൊരു പ്രതിപത്തി ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം സർക്കാർ ജീവനക്കാർ ഇടതുമുന്നണിയെ, CPM-നെ, ഇടതുപക്ഷത്തെ കൈവിട്ടു എന്ന വലിയൊരു വിരോധത്തിൽ CPM-നും ഇടതുമുന്നണിക്കുമുണ്ട്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാരെ ചേർത്തുപിടിക്കണം, അവരെ ഒപ്പം നിർത്തണം. അവരുടെ ഒരു ഗഡു ബാക്കി അവർക്ക് നൽകാനുള്ള DA അടക്കമുള്ള അലവൻസുകളുടെ ഒരു ഗഡുവെങ്കിലും ഈ പെൻഷനിൽ, ഈ ബജറ്റിൽ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവർ അത് പ്രതീക്ഷിക്കുന്നു. പല നിവേദനങ്ങളുമായി അവർ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ എല്ലാ സർക്കാരുകളുടെ കാലത്തും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കാറുണ്ട്. കേന്ദ്രം ഇതിനകം നമുക്കറിയാം ഈ കഴിഞ്ഞ ബജറ്റിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തും ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരേണ്ടതുണ്ട്. അതിന്റെ പ്രഖ്യാപനവും ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കെ.എൻ. ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിക്കുമ്പോഴും അതുപോലെ നിയമസഭയിൽ മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞതുപോലെ സർക്കാർ നൽകേണ്ടത് നൽകും, അത് അധികവും നൽകും. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കുള്ള സഹായങ്ങൾ ഈ സർക്കാർ നൽകും. അങ്ങനെ നൽകണമെങ്കിൽ അതിനുള്ള അവസാന അവസരമാണ് ഈ സർക്കാരിന് ഈ ബജറ്റ്. അതുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ആനുകൂല്യങ്ങൾ വാരിക്കോരി വിതരണം ചെയ്യുന്ന, വാരിക്കോരി പ്രഖ്യാപിക്കുന്ന ഒരു ക്ഷേമ ബജറ്റായി ഇത് മാറുമെന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. രാഷ്ട്രീയമായി കൂടി അത് ഇടതുമുന്നണിക്ക് അനിവാര്യമാണ്. നിരവധി പ്രതിസന്ധികൾ, നിരവധി പ്രശ്നങ്ങൾ മുന്നണിക്കുള്ളിലുണ്ട്. രാഷ്ട്രീയമായി സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തുണ്ട്. അതുകൊണ്ട്
ജനങ്ങളെ കൂടെ നിർത്താൻ പരമാവധി ക്ഷേമം പ്രദാനം ചെയ്യണം. മറ്റൊന്ന് ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ കിഫ്ബി റോഡുകളിലെ ടോൾ അഥവാ യൂസർ ഫീ പിരിവാണ്. ടോൾ എന്ന വാക്ക് സർക്കാർ ഉപയോഗിക്കില്ല. അതിനുള്ള നിയമനിർമ്മാണം അവസാന ഘട്ടത്തിലേക്കാണ്. നിയമവകുപ്പിന് മുന്നിൽ ഫയൽ എത്തിയിട്ടില്ല. പക്ഷേ അധികം വൈകാതെ അതെത്തും. ഒരു പക്ഷേ ഈ സഭാ സമ്മേളനത്തിന്, ഈ ബജറ്റ് സമ്മേളനത്തിന് റോഡുകളിൽ നിന്ന്, അതായത് 50 കോടിയിൽ മുകളിൽ തുക ചെലവഴിച്ച് കിഫ്ബി നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ കൂടി ഉണ്ടാകാം. അതൊരു നയപരമായ തീരുമാനമാണ്. അത് ബജറ്റിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകാമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു. കിഫ്ബി എങ്ങനെയാണ് സർക്കാർ കണക്കാക്കാൻ പോകുന്നത്, കിഫ്ബിയുടെ പ്രവർത്തനം എങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, അതിന് കൃത്യമായ ദിശാസൂചിക ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകും. കിഫ്ബിയെ ലാഭകരമാക്കണം. ലാഭകരമാക്കാതെ കിഫ്ബിക്ക് വായ്പയെടുത്ത് മാത്രം പിടിച്ചെടുക്കാനാകില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞു. ആ കേന്ദ്ര നിലപാട് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാണ്. അത് മറികടക്കാൻ കിഫ്ബിയെ ആദായകരമാക്കാനുള്ള ടോൾ മാത്രമല്ല മറ്റു പല പദ്ധതികളും ഈ ബജറ്റിൽ ഉണ്ടാകും. സ്വകാര്യ സർവകലാശാല പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർക്കാർ. ആ നയത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു. അതിന്റെ നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ കടക്കുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിക്ക് ഭരണത്തിൽ തുടർച്ചയുണ്ടാകാൻ ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയത് കേരള കോൺഗ്രസ് എം ആണ്. അവർക്ക് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി റബ്ബറിന്റെ വിലയാണ്. റബ്ബർ വിലയിൽ ഏതു തരത്തിലാണ് കേന്ദ്രം പൂർണ്ണമായി അവഗണിച്ചു എന്ന പരാതി ഇതിനകം ഉയർന്നു വന്നു കഴിഞ്ഞു. ആ വിഷയത്തിൽ എങ്ങനെയാണ് ഈ ബജറ്റ് സമീപിക്കുക, റബ്ബറിന്റെ താങ്ങുവില അടക്കം വർദ്ധിപ്പിക്കുമോ, സംഭരണ വില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു സൂചന ഈ ബജറ്റ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടത് 9 മണിക്ക് കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ്. അതിനു മുൻപ് ഇപ്പോ സമയം 7 മണി കഴിഞ്ഞ് 7:10 ആവുന്നു. ഡാൻ, അവിടെ എന്തായി ഒരുക്കങ്ങൾ? കെ എൻ ബാലഗോപാലിന്റെ വസതിയിലാണ് ഡാൻ ഉള്ളത്. അവിടെ സാധാരണഗതിയിൽ അവിടുത്തെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തുടങ്ങി നമുക്ക് കാണാനുള്ള ചില കാഴ്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനും അപ്പുറത്ത് ബാലഗോപാൽ എത്രത്തോളം കോൺഫിഡന്റ് ആണ്? ഇപ്പോ അരുൺ ചോദിച്ചു നിർത്തി ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ വയനാടിന് എന്തുണ്ടാവും, കിഫ്ബി ടോൾ പ്രഖ്യാപിക്കുമ്പോൾ, അങ്ങനെ പല പല ചോദ്യങ്ങളാണ്. അതിനൊക്കെ ഉത്തരം പറയാൻ അദ്ദേഹം റെഡിയാണോ എന്നാണ് അറിയേണ്ടത്. അതായത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൽ അല്പസമയത്തിനകം വ്യക്തത കൈവരും. ബജറ്റ് അവതരണം 9 മണിക്ക് തന്നെ ആരംഭിക്കുമെന്നാണ് സാധാരണ നടപടിക്രമം. അങ്ങനെയാണ്, അത് അങ്ങനെ തന്നെ ആരംഭിക്കാനാണ് സാധ്യത. എന്തായാലും ഞങ്ങളിപ്പോൾ ഉള്ളത് ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ്. ഇവിടേക്ക് ഗവൺമെന്റ് പ്രസിൽ നിന്ന് അച്ചടിച്ച ബജറ്റിന്റെ ആദ്യ കോപ്പിയുമായി ഉദ്യോഗസ്ഥരെത്തും. അതോടെയാണ് ഔദ്യോഗികമായ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ആ കോപ്പി ധനമന്ത്രിക്ക് അവർ കൈമാറും. അതിനുശേഷമായിരിക്കും ധനമന്ത്രി ഈ ബജറ്റ് അവതരിപ്പിക്കുന്നുള്ള ഈ കോപ്പിയുമായി നിയമസഭയിലേക്ക് പുറപ്പെടുക. അതിൽ 8 മണിയോടെ ഈ ഗവൺമെന്റ് പ്രസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്താനാണ് സാധ്യത. വളരെ കലുഷിതമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് നമ്മുടെ സംസ്ഥാനം അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് പ്രഭാഷണം കേൾക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതായത് സർക്കാരിനെ സംബന്ധിച്ച് മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം ഇടത് സർക്കാർ അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനകീയ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ അകന്നുപോയ ജനവിഭാഗങ്ങളെ ഒപ്പം ചേർത്ത് നിർത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി അവർ തയ്യാറെടുക്കുമ്പോഴും സംസ്ഥാനം നേരിടുന്ന സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു വെല്ലുവിളിയായി നമുക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയുമാണ്. ഏതാണ്ട് 2,52,000 കോടി രൂപയിലധികം നമ്മുടെ പൊതുകടം വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 2018-നും 2023-നും ഇടയിൽ 94,000 കോടി രൂപയാണ് ഈ പൊതുകടത്തിന്റെ ഇനത്തിലേക്ക് കടന്നുവരുന്ന സാഹചര്യമുണ്ടായത്. അതിനിടയിലാണ് കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഏതാണ്ട് 84,000 കോടി രൂപയുടെ ധനാനുമതി നൽകിയത്. ഈ 84,000 കോടി രൂപയിൽ 35,000 കോടിയിലധികം രൂപ ധനാനുമതി നൽകി ചെലവഴിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ റോഡുകളുടെ നിർമ്മാണത്തിന്, പാലം നിർമ്മാണത്തിന്, ഫ്ലൈ ഓവറുകൾ നിർമ്മാണത്തിന്, ബൈപ്പാസ് നിർമ്മാണത്തിനൊക്കെയാണ്. അവിടെയാണ് നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കാനൊരുങ്ങുന്നത്. അത് സംബന്ധിച്ച് അന്തിമമായ തീരുമാനം ആയിട്ടില്ല എന്ന് സർക്കാരിന്റെ പ്രതിനിധികൾ പറയുമ്പോഴും കൂടിയാലോചനകൾ സജീവമായി തന്നെ പുരോഗമിക്കുകയായിരുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഈ കിഫ്ബി വഴി നിർമ്മിക്കുന്ന പദ്ധതികൾക്ക് ഈ പ്രത്യേകമായ യൂസർ ഫീ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതുവഴി കിഫ്ബി വരുമാനദായക പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നില്ല എന്ന വിമർശനം അതിന് പ്രതിരോധിക്കാൻ കഴിയും. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് യൂസർ ഫീ ഈടാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കൂടിയാലോചനകൾ കിഫ്ബിയുടെ കീഴിൽ ധനവകുപ്പ് നടത്തുകയും ചെയ്തത്. അതോടൊപ്പമാണ് ഇതിനു മുമ്പ് സമാനമായ തരത്തിൽ വ്യവസായ ഇടനാഴികൾ, അതോടൊപ്പം IT പാർക്കുകൾ ഇവയൊക്കെ നിർമ്മിച്ചുകൊണ്ട് കിഫ്ബി മുമ്പോട്ട് വെക്കുന്ന പ്രോജക്റ്റുകൾക്ക്
വരുമാനദായക പദ്ധതികളായി അതിനെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള നിരവധി പദ്ധതികൾ ഇതിനോടകം തന്നെ സർക്കാർ പരിഗണിച്ചതുമാണ്. അവിടെ പുതുതായി കിഫ്ബി വഴി എന്ത് സംസ്ഥാനത്തിന് വാഗ്ദാനം ചെയ്യും? അതിന് യൂസർ ഫീ ഈടാക്കുന്ന ഒരു സാഹചര്യം നേരത്തെ അഭ്യൂഹങ്ങളിൽ മാത്രം നിറഞ്ഞിരുന്ന കാര്യം യാഥാർത്ഥ്യമാകുമോ? ഇതറിയാൻ അല്പസമയം കൂടി മാത്രം കാത്തിരുന്നാൽ മതി. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യമാണ്, സമാനതകളില്ലാത്തൊരു ദുരന്തം കേരളം പ്രത്യേകിച്ച് വയനാട് നേരിട്ട് അനുഭവിച്ചതാണ്. അവിടെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അതിനെ പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ ഒരു തരത്തിലുള്ള സാമ്പത്തികമായ പരിഗണനകളും സംസ്ഥാനത്തിന് ഇതുവരെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു സർക്കാരിന്റെ വിമർശനം. പക്ഷേ അങ്ങനെ വിമർശിച്ചതുകൊണ്ട് മാത്രമായില്ല, അതിന്റെ പേരിൽ പുനരധിവാസം ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിയാൽ അതിന്റെ പഴി കേൾക്കേണ്ടി വരിക സർക്കാരിനാണ്. അത് കൃത്യമായി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് വയനാട് പുനരധിവാസത്തിന് വേണ്ടി, വയനാട് ടൗൺഷിപ്പിന് വേണ്ടി പ്രത്യേകമായ ഒരു പാക്കേജ് അനുവദിക്കപ്പെടാനാണ് സാധ്യത. അത് സംബന്ധിച്ച ചില സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ 2045 പൂർത്തിയാക്കണമെന്ന് കരുതിയിരുന്ന മൂന്നാം ഘട്ടം വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 2028 കൊണ്ട് പൂർത്തിയാക്കാൻ, യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള കരാറിലാണ് സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും കേന്ദ്രത്തിൽ നിന്ന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അടക്കം ലഭ്യമാകുന്നതിൽ നിലനിൽക്കുന്ന ചില തടസ്സങ്ങളുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയുടെ തീയതി തേടിയിട്ടും അവിടെ നിന്ന് ആ തീയതി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി രാജ്യാന്തര കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്ന് ചരക്കിറക്കി കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ ചരക്ക് നീക്കം യാഥാർത്ഥ്യമായിരിക്കുന്നത് സീ റൂട്ടിലൂടെ മാത്രമാണ്, അതായത് ജലമാർഗം മാത്രമാണ് ഇപ്പോൾ ചരക്ക് നീക്കം നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് റിംഗ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നുണ്ട്. മറ്റ് അനുബന്ധ നിർമ്മാണങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പാതി വഴിയിലാണ്. അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി, ഈ കണ്ടെയ്നർ നീക്കത്തിന് വേണ്ടി മറ്റ് സാധ്യതകൾ കൂടി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ബജറ്റിൽ എന്താകും ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പമാണ് 62 ലക്ഷം ജനങ്ങൾക്ക് നേരിട്ട് അവരിലേക്ക് എത്തുന്ന ക്ഷേമ പെൻഷൻ, അത് 1600 രൂപ വീതമായിരുന്നു നിലവിൽ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ തുക വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഇതിനോടകം 1600 രൂപ ക്ഷേമ പെൻഷൻ നൽകുമ്പോൾ തന്നെ സർക്കാരിനുണ്ടാകുന്ന വലിയ ബാധ്യതയുണ്ട്. ആ ബാധ്യതയ്ക്ക് മുകളിലേക്ക് അമിത ബാധ്യത എടുത്തു വെക്കുന്ന തരത്തിൽ ആ തുക 1700 1750 ആയി കൂട്ടാൻ തയ്യാറാകുമോ? അങ്ങനെ തയ്യാറായാൽ ഈ ക്ഷേമ പെൻഷൻ നൽകുന്നതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? ഇതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ വൈകാതെ തന്നെ ഉത്തരമാകും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നികുതി ഇനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വർധന ഉണ്ടാകുമോ എന്ന് അറിയാനുള്ളത് തന്നെയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നികുതി അത് അമിത നികുതി ഭാരമായി വിലയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചാൽ അതിന്റെ തിരിച്ചടി സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് നികുതി അമിതമായി ഉയർത്താതെ പിന്നെ എങ്ങനെ സർക്കാരിന് വരുമാനം കണ്ടെത്താൻ കഴിയുമെന്ന ഏറ്റവും വെല്ലുവിളി ഉണർത്തുന്ന ചോദ്യത്തിന് എന്ത് സസ്പെൻസിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നതാകും ഏറ്റവും ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്നത്. ശരി ഡാൻ. അരുൺ, വികസനത്തിന് പ്രത്യയശാസ്ത്ര ബാധ്യതകളൊന്നും വേണ്ട എന്നൊരു നിലപാടിലേക്ക് എന്തായാലും CPM പതുക്കെ എത്തിയിട്ടുണ്ട്. സ്വകാര്യ സർവകലാശാല തുടങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം പദ്ധതികൾ ഒരു വർഷമേ ഉള്ളൂ പൂർത്തിയാക്കാൻ. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഇനി വരുന്ന സർക്കാർ ആയിരിക്കും പൂർത്തിയാക്കേണ്ടത്. പക്ഷെ ഒരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം LDF സർക്കാർ അവർ സ്വപ്നം കാണുന്നുമുണ്ട്. അപ്പൊ ആ തരത്തിൽ ഇത്രയും കാലം CPMനെ LDFനെ പിടിച്ചു നിർത്തിയിരുന്ന ബാധ്യതകൾക്കൊക്കെ അപ്പുറത്തേക്കുള്ള പദ്ധതികൾക്കുള്ള ഒരു സാധ്യത അത് എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും ഈ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളായിരുന്നു CPMനെ വൻകിട പദ്ധതികൾ ഏറ്റെടുക്കുന്നതിൽ അല്ലെങ്കിൽ ഈ സ്വകാര്യ സർവകലാശാല പോലെ പുതിയ ഒരു വിദ്യാഭ്യാസ സംസ്കാരം കൊണ്ടുവരുന്നതിൽ നിന്ന് CPMനെ പിന്തിരിപ്പിച്ചത്. പക്ഷേ കഴിഞ്ഞ CPMന്റെ എറണാകുളത്തുള്ള സംസ്ഥാന സമ്മേളനം തന്നെ സ്വകാര്യ സർവകലാശാലകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സമഗ്രമായ പരിഷ്കരണം നയപരമായി തീരുമാനിച്ചിരുന്നു. പിന്നീട് ഇടതുമുന്നണി യോഗങ്ങളിലുമൊക്കെ അത് അവതരിപ്പിച്ചതാണ് സ്വകാര്യ സർവകലാശാല. അത്തരം നീക്കങ്ങളുമായി സർക്കാർ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. ടോളുകളുടെ കാര്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി നമുക്കതിനെ കാണാം. കാരണം ടോളുകൾ ഇടതുമുന്നണി സർക്കാരിന്റെ നയമല്ല, ടോളുകൾക്കെതിരായിരുന്നു ഇടതു സർക്കാർ. പലപ്പോഴും ടോൾ വിരുദ്ധ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് K. സുധാകരൻ സംസ്ഥാനത്തെ അവസാനത്തെ ടോളും
അവസാനിപ്പിക്കുന്നു, ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നു വലിയ പ്രഖ്യാപനം നടത്തിയ നമ്മൾ ഓർമ്മയിലുള്ളതാണ്. അന്ന് ആ നിലപാടെടുത്ത ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് ടോളുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും നമ്മൾ ഇന്നലെ കേട്ടതാണ്. അത്തരത്തിൽ പ്രത്യയശാസ്ത്ര ചങ്ങലകൾ ഉണ്ടായിരുന്നു പല വിഷയങ്ങളിലും CPM-ന്. പക്ഷേ ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് നാടിന്റെ വികസനം എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇപ്പോൾ തങ്ങൾക്ക് മുന്നിലുള്ളത്. അവിടെ പ്രത്യയശാസ്ത്ര സമീപനങ്ങളിൽ വെള്ളം ചേർക്കാം, കടുംപിടുത്തങ്ങൾ ഒഴിവാക്കാം, നേരത്തെയുള്ള ഈ വരട്ടുവാദം എന്നൊക്കെ പറഞ്ഞ് എതിരാളികൾ കളയാക്കിയിരുന്ന അത്തരം നീക്കങ്ങളോട് ഇനി നമുക്ക് യോജിക്കാൻ കഴിയില്ല. നാടിന്റെ വികസനത്തെ മുരടിപ്പിക്കുമെന്ന് CPM ഒടുവിൽ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് മുന്നിലില്ല. വലിയ രീതിയിൽ അത്തരം പദ്ധതികൾ ഇനിയും ഉണ്ടാകും. അത് സ്വകാര്യ സർവകലാശാല ഒരു നിയമനിർമ്മാണത്തിലൂടെ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്ന തീരുമാനം തന്നെയാണ്. അതിൽ മാറ്റമുണ്ടാകില്ല. അല്പസമയം നമ്മളൊരു പ്രധാനപ്പെട്ട മന്ത്രിയുമായി വളരെ അടുത്ത് സംസാരിക്കാനുള്ള അവസരം കിട്ടി. അദ്ദേഹം പറയുന്നത് അതുതന്നെയാണ്. സ്വകാര്യ സർവകലാശാലകൾ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കാത്തത് മന്ത്രി ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഒരു തീരുമാനമാണ്, ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ തീരുമാനമാണ്. സർക്കാരിന്റെ അവർ ഉറപ്പിക്കുന്ന ഒരു പുതിയൊരു പ്രഖ്യാപനമാണ്. അതിലേക്ക് തന്നെ പോകും. എതിർപ്പുകളൊക്കെ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ, RJD ഉൾപ്പെടെ ഘടകകക്ഷികളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് CPM. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പിന്നോട്ട് പോക്കുണ്ടാകില്ല. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിവ്, ടോൾ അല്ലാതെ യൂസർ ഫീ ആണ്. സഞ്ചരിക്കുന്ന ഓരോ കിലോമീറ്ററിനുമുള്ള ഫീസാണ്. അതിനപ്പുറത്തേക്ക് പൊതുവിലൊരു നിശ്ചിത ടോൾ നിശ്ചയിക്കുകയല്ല ഉണ്ടാകുന്നത്. അതിലേക്ക് സർക്കാർ പോകുമെന്ന് ഉറപ്പാണ്. വമ്പൻ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ സർക്കാരിന്റെ ഇടതുമുന്നണി പ്രകടനപത്രികയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വീട്ടമ്മമാർക്ക് പെൻഷൻ. അതാണ് ഒരുപക്ഷെ ഒരു വലിയൊരു ആയുധമായി ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM അവതരിപ്പിക്കാൻ പോകുന്നത്. അതും ഉണ്ടാകും. അത് ഈ ബജറ്റിലാണോ അടുത്ത നോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കുമ്പോഴോ അതിന് മുമ്പുള്ള പ്രഖ്യാപനങ്ങളാണെന്ന് വ്യക്തതയില്ല. പക്ഷേ അത്തരം കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ ക്ഷേമം ഒരു വശത്ത് ഉറപ്പാക്കിക്കൊണ്ട് എങ്ങനെയാണോ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അതേ ഒരു ലൈനിലേക്ക് CPM സർക്കാരും വീണ്ടും കടക്കുമെന്ന് ഉറപ്പാണ്. ഒരു വശത്ത് ക്ഷേമം, മറുവശത്ത് വികസനം. അവിടെ ഈ നേരത്തെ ഡാൻ സൂചിപ്പിച്ച പോലെ, ശ്രീജ ചോദിച്ചതുപോലെ വയനാട് എന്ത് നൽകാൻ സർക്കാരിന് കഴിയും? വയനാട് എങ്ങനെ പുനരധിവാസം പൂർത്തിയാക്കും? കാരണം കേന്ദ്രത്തിൽ സമ്പൂർണ്ണ അവഗണന അതിലുണ്ട് എന്ന് വിമർശിക്കുന്ന സർക്കാർ എങ്ങനെ വയനാടിനെ ചേർത്തു പിടിക്കും ഈ ബജറ്റിൽ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതും ഇന്നത്തെ KN ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമായി വരും. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് അക്ഷരാർത്ഥ ഒരു മാജിക് തന്നെ നടത്തണം KN ബാലഗോപാലിന് ഒരു ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കാൻ. അങ്ങനെ പറയുമ്പോഴും മറുവശത്ത് നികുതി വരവ് വർദ്ധിപ്പിക്കണം. അത് നികുതി അത്ര എളുപ്പമല്ല. എല്ലാത്തിനും നികുതി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക ആണെങ്കിൽ ഒരു ക്ഷേമ ബജറ്റ് അതിനെ കണക്കാക്കാൻ കഴിയും. അതുകൊണ്ട് നികുതിക്ക് പകരം ചില ഫീസുകൾ വർദ്ധിപ്പിക്കും. നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ കെട്ടിട നികുതി, കെട്ടിട ഫീസ്, അതായത് കെട്ടിടങ്ങൾക്ക് അപേക്ഷിക്കുമ്പോഴുള്ള ഫീസ് അടക്കം വർദ്ധിപ്പിച്ച് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ച് വെട്ടിലായിരുന്നു സർക്കാർ. പിന്നീട് CPM ഇടപെട്ട് തിരുത്തേണ്ടി വന്നു. ഇടതുമുന്നണിയിൽ പ്രതിഷേധം ഉയർന്നു. അതുകൊണ്ട് ആ രീതിയിൽ വൻകിട വർധന ഉണ്ടാകാതെ കഴിഞ്ഞ പതിറ്റാണ്ടുകളെ വർദ്ധിപ്പിക്കാത്ത പലയിടം ഫീസുകൾ സംസ്ഥാനത്തുണ്ട്. അത്തരം ഫീസുകളിൽ ഒരു വർധന ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെയല്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല. അത്തരം ഫീസുകളുടെ വർദ്ധിപ്പിക്കൽ ഈ ബജറ്റിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോഴും ക്ഷേമ ബജറ്റ് എന്ന സർക്കാരിന്റെ മുന്നിൽ ലക്ഷ്യം ചോദ്യം ചെയ്യാത്ത തരത്തിലുള്ള വർധനകൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ധനവകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ ക്ഷേമം ഒരു വശത്ത് കൊണ്ടുപോകണം, വികസനം ഉറപ്പാക്കണം. ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യാനാകും KN ബാലഗോപാലിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം അദ്ദേഹം വളരെ ആലങ്കാരികമായൊന്നും കാര്യങ്ങൾ, തോമസ് ഐസക്കിനെ പോലെ ആലങ്കാരികമായി കാര്യങ്ങൾ പറയുന്ന ആളല്ല. കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ധനമന്ത്രിയാണ്. അതിന്റെ ബജറ്റ് അവതരണത്തിന് പ്രത്യേകതയും അത് തന്നെയാണ്. കവിതകളും ലോക ക്ലാസിക്കുകളെയും ഒക്കെ കൂട്ടുപിടിച്ച് KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമെങ്കിൽ തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിക്കുന്ന അതേ ശീലമെങ്കിൽ ഇവിടെ ബാലഗോപാൽ വളരെ സ്ട്രെയിറ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു. അതെ, പക്ഷേ ഇത്തവണ അത്ര സ്ട്രെയിറ്റ് ആവുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ബാലഗോപാലിന് മുന്നിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അത് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കാൽ നീട്ടിയിരിക്കുന്ന ഒരു വർഷം. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുൻപായി നേരത്തെ അരുൺ തന്നെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള ഒരു വിശ്വാസം, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്കൊക്കെ നഷ്ടമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ദൗത്യവുമായിട്ടാണ് ഇന്ന് KN ബാലഗോപാൽ ഈ ബജറ്റ് അവതരിപ്പിക്കാൻ നിയമസഭയിൽ എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ അപ്രോച്ച് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടതാണ്. ഭാവനാസമ്പന്നമായ ബജറ്റുമായാണ് തോമസ് ഐസക് വരാറുള്ളതെങ്കിൽ ബാലഗോപാൽ അങ്ങനെയല്ല. വളരെ പ്രാക്ടിക്കലാണ്, വളരെ ഷോർട്ടാണ്, ക്രിസ്പാണ്, കൃത്യം കാര്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ അത് മതിയാവുമോ ഇത്തവണ? കുറച്ചുകൂടി
ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ അതെങ്ങനെ പ്രാക്ടിക്കലായി അദ്ദേഹത്തിന് നടപ്പാക്കാൻ പറ്റും എന്നതാണ് ഈ ബജറ്റിലെ ഏറ്റവും വലിയ കൗതുകം. നമുക്ക് കാത്തിരിക്കാം. ഇപ്പം 7:30 ആവാൻ പോകുന്നു. 8 മണിയോടെ ബജറ്റിന്റെ ആദ്യത്തെ പ്രിന്റഡ് കോപ്പി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തും. അപ്പൊ നമുക്ക് അതിലേക്ക് വീണ്ടും വരാം. മറ്റു വാർത്തകൾ വളരെ പെട്ടെന്നൊന്ന് നോക്കാം.